Dear parents and my very dear students, first of all, I welcome all of you to Aravam 2021. Also wishing you all a very, very meaningful academic year 21-22 ahead. We all know that the academic year 2021 was a year of paradigm shift in the field of education. ഒരു റെഗുലർ സ്കൂൾ ക്ലാസ് റൂമിൽ നിന്നും സ്കൂളിൻ്റെ ഒരു സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ നിന്നും ഓരോ വീടും ഒരു ക്ലാസ് റൂമോ ഒരു സ്കൂളോ ആയി മാറിയ, ഓരോ അമ്മയും ഒരു ടീച്ചർ അമ്മയായി മാറിയ ഒരു വർഷമാണ് ഇപ്പോൾ കടന്നുപോയത്. നമ്മളെല്ലാവരും പ്രതീക്ഷയിലായിരുന്നു ഈ വർഷം 21-22 പുലരുമ്പോഴേക്കും നമ്മുടെ നാട്ടിലുള്ള ഈ പ്രതികൂല അന്തരീക്ഷം മാറുമെന്നും നമ്മുടെ കുട്ടികൾക്ക് തിരിച്ച് അവരുടെ സ്കൂളിൻ്റെ തണലിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഇപ്പോഴും നമ്മുടെ നാട്ടിലെ നമ്മുടെ സർക്കാരും നമ്മളെല്ലാവരും തന്നെ കോവിഡുമായിട്ടുള്ള പ്രതിരോധ പരിപാടികളിലാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രഥമമായിട്ടുള്ളത് നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അക്കാഡമിക വർഷവും നമ്മളിപ്പോൾ ആരംഭിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ. നമുക്ക് എല്ലാവർക്കും അറിയാം, 2021 ജൂണിൽ ഇങ്ങനെയൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ മാറുമ്പോഴുണ്ടായ ഒരു സാഹചര്യം, അതിൽ നിന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഒരുപാട് ആശങ്കകളും ആകുലതകളും ഉണ്ടായിരുന്നു. ദർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഇൻ എവറി അഡ്വേഴ്സിറ്റി. എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഒളിച്ചിരിക്കുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ ആശയം പരിപൂർണമായി സത്യമായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. യുനെസ്കോയുടെ ഈ അടുത്ത് ഇറങ്ങിയ ഒരു റിപ്പോർട്ട് ഇതിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് 2030 പ്രതീക്ഷിച്ചിരുന്ന ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ ഇൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ 2020 സംഭവിച്ചു കൊറോണ കാരണമെന്നാണ്. നമുക്കറിയാം, COVID-19 നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വല്ലാത്ത ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ മേഖലകളും ഒരു 10 വർഷം പിന്നോട്ട് പോയപ്പോൾ വിദ്യാഭ്യാസ മേഖല സത്യത്തിൽ 10 വർഷം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിന് 2020 ജൂണിൽ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മുടെ ക്ലാസ് റൂം മാറുന്ന അവസരത്തിൽ നമ്മൾ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ഭയം, അത് നമ്മളിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുത്താൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ അന്ന് നമ്മളുടെ കയ്യിലുള്ള ഈ ഡിജിറ്റൽ ക്ലാസ് റൂമിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ്, അതൊരു മൊബൈൽ ഫോൺ ആകാം, ടാബ് ആകാം, ലാപ്ടോപ്പ് ആകാം. ഈ ഡിവൈസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ സൂം ആപ്പാണോ ഗൂഗിൾ മീറ്റ് ആണോ എന്നുള്ള ചർച്ചകളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു ഭയമായിരുന്നു, ഇതിനെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കും. പക്ഷെ ഇന്ന് നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, നമ്മുടെ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും എൻഗേജ് ചെയ്യാനും രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ സാധിച്ചു എന്നുള്ളത് ഈ ഡിജിറ്റൽ റെവല്യൂഷൻ, ഈ എല്ലാ പേമാരിയുടെ ഇടയിലും, ഈ എല്ലാ മഹാമാരിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതികൂലമായ അവസ്ഥയിലും ഇങ്ങനൊരു ഡിജിറ്റൽ റെവല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു എവിഡൻസ് ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ എവറി പറയുന്നത് മികച്ച രീതിയിലാകണമെങ്കിൽ ഒരു ട്രയാങ്കിളിലെ 3 എൻഡ് പോയിന്റ്സ് പോലെ ഒരു അധ്യാപികയും ഒരു വിദ്യാർത്ഥിയും ഒരു രക്ഷകർത്താവും ഒരുമിച്ച് പ്രയത്നിക്കുമ്പോഴാണ് അത് അതിൻ്റെ പരിപൂർണമായ ഫലപ്രാപ്തിയിലോട്ട് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റ് വീക്ക് ആവുകയാണെങ്കിൽ നമുക്കത് ശരിയായ രീതിയിൽ നമുക്ക് പരിപോഷിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു എലമെന്റ് ഉണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? 1 വിദ്യാർത്ഥിയുണ്ട്, 2 അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകരുണ്ട്, 3 രക്ഷകർത്താവുണ്ട്, 4 പഠിക്കാനുള്ള പുസ്തകങ്ങളുണ്ട്, 5 സ്കൂളുണ്ട്, ആസ് ഇൻ ഫിസിക്കൽ ക്ലാസ് റൂംസ് ഉണ്ട്. ഇത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ ഏജൻസും വർക്കിംഗ് ആണ്. വിദ്യാർത്ഥിയുണ്ട്, രക്ഷകർത്താവുണ്ട്, അധ്യാപികയുണ്ട്, പുസ്തകങ്ങളുണ്ട്. അടച്ചു കിടക്കുന്ന ഒരേ ഒരു element in education is the actual classroom. So we have to infer that COVID-19 has actually put us in a situation where we will have to redefine the domain of education.
എഡ്യൂക്കേഷനെ കുറിച്ചുള്ള നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചിന്തകളെയും എല്ലാ ചിന്താ രീതികളെയും തച്ചുടച്ചുകൊണ്ടുള്ള ഒരു വർഷമാണ് കടന്നുപോയത്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ തന്നെ നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ കുട്ടികൾ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തു, ടീച്ചേഴ്സ് നോട്ട് കറക്റ്റ് ചെയ്തു, നമ്മൾ എക്സാംസ് നടത്തി, നമ്മൾ ആർട്സ് ഫെസ്റ്റ് നടത്തി, നമ്മൾ ഒരുപാട് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് നടത്തി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്തു. ഇതിനോടൊപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഈ 3 എലമെന്റ്സ്, പാരന്റ്, ടീച്ചർ, സ്റ്റുഡൻറ്റ്, ഈ 3 എൻഡ് പോയിന്റ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ, നല്ല മികച്ച രീതിയിൽ നമുക്ക് സാധിപ്പിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നെഗറ്റീവായിട്ട് ഒരുപാട് ചിന്തകളുണ്ട്. പക്ഷെ 2020 ജൂണിനെ അപേക്ഷിച്ച് അതെല്ലാം നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ പരീക്ഷിച്ച പല എക്സ്പെരിമെൻസിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. നമുക്ക് പറ്റിപ്പോയ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഏതൊക്കെ മേഖലകളിലാണ് ഇനി കൂടുതലും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ ഓൾറെഡി ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്, ആസ് എ പാരന്റ്, ആസ് എ ടീച്ചർ ആൻഡ് ആസ് എ സ്റ്റുഡൻറ്റ്. സോ ഇനി ഇതെല്ലാം ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ. In the book on education by Russell, he has mentioned 4 main characteristics that should be developed as a result of education. He points out that education should aim at building sensitiveness, courage, sympathy, and vitality in the students. കുട്ടികളിൽ വൈറ്റൽ ആകാൻ വേണ്ടി, അവർക്ക് എനർജറ്റിക് ആകാൻ വേണ്ടി, കറേജിയസ് ആവാൻ വേണ്ടി, ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഒരു സെൻസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതിന് കൂടെ തന്നെ ഒരു സിമ്പതി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഈ 4 ഐഡിയൽസ് ആണ് എഡ്യൂക്കേഷൻ കൊണ്ട് സത്യത്തിൽ എയിം ചെയ്യേണ്ടതെന്ന് റസൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു ക്വാളിറ്റിയാണ് എംപതി. എംപതി എന്ന് പറയുമ്പോൾ സിമ്പതി എന്ന് പറയുന്നത് നിന്നും ഒരു പടി മുകളിലാണ്. മറ്റൊരു വ്യക്തിയുടെ അയാളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അപ്പോൾ ഈ 5 കാര്യങ്ങളും ശരിയായ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ നമുക്ക് വാർത്തെടുക്കുവാൻ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് സാധിക്കണം. We should be sensitive to what is happening around us. We should be sympathetic to the circumstances. But we should at the same time face the situation courageously by infusing in us vitality. നമ്മുടെ ഉള്ളിൽ വൈറ്റാലിറ്റി ജനിപ്പിച്ച് കറേജിയസ് ആയിട്ട് ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനെ ഒരുപാട് സിമ്പത്തിയോടുകൂടിയും എംപത്തിയോടുകൂടിയും നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കണം. അതിന് നമ്മൾ 3 എൻഡ് പോയിന്റ്സ്, ദ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് ഷുഡ് വർക്ക് ടുഗെദർ ടു മേക്ക് ഇറ്റ് പോസിബിൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോഴും പല പേരൻസും വിളിക്കുമ്പോൾ ഒരുപാട് ആകുലതകൾ പറയാറുണ്ട്, ഒരുപാട് ആശങ്കകൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്ന് പറയുന്ന ഒരു കാരണം, ഇനി ഒരു വർഷം കൂടി ഇങ്ങനെ പോകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ശരിയാണ്, ഒരു വർഷം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് ഒരുപാടൊരു ഭീതി ഉണ്ടായിരുന്നു. ഈ അടുത്ത വർഷം അത് ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വർഷം കൂടി ഇങ്ങനെ പോകുമ്പോൾ, പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, ഈ ഒരു സ്ഥിതിവിശേഷം കാണുമ്പോൾ, ഈ യുനെസ്കോയുടെ റിപ്പോർട്ടും കൂടെ വായിക്കുമ്പോൾ, ശരിയാണ്, ദിസ് വാസ് ദി ഓപ്പർച്യൂണിറ്റി ദാറ്റ് വാസ് ഹൈഡിങ് ഇൻ ദ അഡ്വേഴ്സിറ്റി. ഒരു ഡിജിറ്റൽ റെവല്യൂഷന് വിറ്റ്നസ്സുകളായി നമ്മളെല്ലാവരും, ഒരു വിപ്ലവത്തിന് ഭാഗപാത്രങ്ങളായി നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇനി ഈ വിപ്ലവത്തിനെ നേരായ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. അതിന് നമ്മൾ വീണ്ടും നമ്മളോട് പറയേണ്ട കാര്യമാണ്, നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടതാണ്, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. കഴിഞ്ഞ ഒരു അക്കാദമിക വർഷം, ഇനിയിപ്പോൾ ഈ വർഷം എത്ര നാള് ഇതുപോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് ഇപ്പോഴും തീർച്ചപ്പെടുത്തി പറയാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു കാലയളവിലെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ ഓൺലൈൻ വിദ്യാഭ്യാസം, ഡിജിറ്റൽ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഒരു വർഷം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. വാട്ട് ഇഫ് ദിസ് ഓപ്ഷൻ വാസ് നോട്ട് അവൈലബിൾ ടു അസ്? ഈ ഒരു വർഷം നഷ്ടപ്പെട്ടു പോയേനെ. പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ്സസ് കൃത്യമായി അറ്റൻഡ് ചെയ്ത കുട്ടികൾ, അവരെ രക്ഷകർത്താക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾ ഭയപ്പെട്ടതുപോലെ ഞങ്ങളുടെ കുട്ടികൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല. അവരെല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്തു, അവർ കൃത്യമായി നോട്ട് എഴുതി, അവർ സബ്മിറ്റ് ചെയ്ത നോട്ട് അധ്യാപകർ കറക്റ്റ് ചെയ്ത് കൊടുത്തു, അവർ എക്സാംസ് എഴുതി,
ആർട്സ് ഫെസ്റ്റ് നടത്തി. അപ്പോൾ സാരമായിട്ട് ഞങ്ങളുടെ കുട്ടിയെ അത് ബാധിച്ചില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രയോഗം, ടീച്ചർ അമ്മ എന്നുള്ള നിലയ്ക്ക് എല്ലാ അമ്മമാരും ടീച്ചർ അമ്മമാരായി മാറണം എന്നൊരു റിക്വസ്റ്റാണ് നാഷണൽ സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും പേരിൽ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യത്തിൽ കുറച്ചൊരു ടെൻഷനിലായിരുന്നു. വി നീഡ് ടു അഡ്മിറ്റ് ഇറ്റ്. വി വർ ലിറ്റിൽ ടെൻസ്ഡ് ആൻഡ് സ്ട്രെസ്ഡ് അബൌട്ട് ഇറ്റ്. കാരണം ഒരു 2 വർഷം വീണ്ടും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് പോവുക എന്നുള്ളത് ഞങ്ങൾക്കും അത്ര അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നില്ല. ബട്ട് നൗ വി ആർ റെഡി ടു ഫേസ് ഇറ്റ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി അതർ ഗോ. മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് തളരാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളിതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ വി ആർ റെഡി ടു ഫേസ് ഇറ്റ്. വി ആർ റെഡി ടു ഡു അവർ ബിറ്റ്. ബട്ട് വി റിക്വസ്റ്റ് ദ കോപ്പറേഷൻ from the parents and students in tackling this crisis. So we need to understand that COVID-19 has actually helped us to redefine, to restructure the domain of education. So it is time for us to remind ourselves that if we fail to act in this moment of crisis, that will thwart the process of progress at individual levels and also at larger levels. വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം കറേജിയസ് ആയി, വൈറ്റാലിറ്റിയോടുകൂടി, സെൻസിറ്റീവ്നെസ്സോടുകൂടി, സിമ്പത്തറ്റിക് ആയിട്ട് നമ്മളുടെ വിദ്യാഭ്യാസത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം, അതിനുള്ളൊരു ആത്മധൈര്യം, അതിനുള്ളൊരു മോട്ടിവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് ഇതിന് പരിപൂർണമായിട്ടുള്ള ഒരു അന്തരീക്ഷം വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ, അവർ ഓൺലൈൻ ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അവർ നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ. സോ ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് ദ പേരൻസ്, again quoting Russell from On Education, that if parent really desires to give good education to their children, there will be no lack of teachers who are willing to deliver and give proper education. So we request the parents to give us proper assistance by reminding us, by checking on us frequently and periodically. And we request the students to do their bit in attending the classes properly, in doing their notes properly, in taking their exams properly. So once again, I would like to remind all the parents, all the students, all the teachers to introspect that what if this option was not available to us? Just imagine ഈ ഒരു വർഷം, കഴിഞ്ഞൊരു വർഷവും ഈ വർഷമൊക്കെ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയെങ്കിലും ക്ലാസ്സുകൾ നടന്നില്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അരക്ഷിതാവസ്ഥ. അപ്പോൾ ഇപ്പോൾ നമ്മളാൽ പറ്റുന്ന രീതിയിൽ decide to enter the door and make use of this opportunity. Let us stop looking at the adversity. Let us tap whatever is with us at the moment. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതെല്ലാം തന്നെ നമുക്ക് എടുക്കാൻ ശ്രമിക്കാം. ഞാൻ പലപ്പോഴും ഇവിടെ PTA മീറ്റിംഗിൽ വരുന്ന കുട്ടികളോട് പറയാറുണ്ട്, ഇപ്പോൾ നമുക്ക് 2-3 മണിക്കൂറാണ്, അതായത് ഇപ്പോൾ LKG തൊട്ട് നമുക്ക് 7ാം ക്ലാസ് വരെ 2 മണിക്കൂറും ഹൈസ്കൂൾ തലത്തിൽ നമുക്ക് 3 മണിക്കൂറാണ് ക്ലാസ് വരുന്നത്. ഒരു ദിവസം വരുന്നത് 24 മണിക്കൂറാണ്. 24 മണിക്കൂറിൽ 3 മണിക്കൂറാണ് ഇവർക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് വരുന്നത്. ബാക്കി 21 മണിക്കൂറുണ്ട്. ഈ 21 മണിക്കൂർ ഇവർക്ക് റെഗുലറായിട്ട് സ്കൂളിൽ വന്നാൽ ഇവർക്ക് കിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ചോദ്യം, ഈ 21 മണിക്കൂറിനെ എത്ര ഇഫക്റ്റീവായിട്ട് ഇവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഏറ്റവും മികച്ച ഒരു നല്ല അധ്യയന വർഷമാകട്ടെ എന്ന് എല്ലാവരെയും ആശംസിക്കുകയാണ്.